കളങ്കാവൽ ഇപ്പോൾ തിയേറ്ററിൽ തകർത്തോടിക്കൊണ്ടിരിക്കുകയാണ്. മമ്മൂക്ക അങ്ങനെ വീണ്ടും ഒരു പുതുമുഖ സംവിധായകന് ഡേറ്റ് കൊടുത്ത് അത് പ്രേക്ഷകർ കൈ നീട്ടി സ്വീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 97 മാർച്ചിൽ വന്ന ഒരു റിപ്പോർട്ടാണ്. അന്നത്തെ മാഗസീനിലെ ഒരു ന്യൂസാണ്. മമ്മൂക്ക പുതിയൊരു സംവിധായകന് ഡേറ്റ് കൊടുത്തതിനെ കുറിച്ച് അതെന്താണെന്നുള്ളതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇത് 97 മാർച്ച് 23 വെള്ളി നക്ഷത്രമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, വെള്ളി നക്ഷത്രം തന്നെയാണ്. ഇതിലെ ഫസ്റ്റ് പേജിലെ ന്യൂസ് എന്ന് പറയുന്നത് ലാൽ ജോസ് സംവിധായകനാകുന്നു, മമ്മൂട്ടി നായകൻ, രചന ശ്രീനിവാസൻ. പ്രശസ്ത അസോസിയേറ്റ് ഡയറക്ടറായ ലാൽ ജോസ് സംവിധായകനാകുന്നു, മമ്മൂട്ടി നായകനാകുന്ന ലാൽ ജോസിൻ്റെ ആദ്യ ചിത്രത്തിന് ശ്രീനിവാസൻ തിരക്കഥ എഴുതുന്നു. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ന്യൂസ് തുടങ്ങുന്നത്. ഞാൻ എൻ്റെ ഫുള്ള് വായിക്കുന്നില്ല. അപ്പോൾ ഇത് മറവത്തൂർ കനവ് എന്ന് പറയുന്ന ആ ഒരു സിനിമയെക്കുറിച്ചാണ്. അപ്പോൾ ഈ ഒരു സിനിമയുടെയൊക്കെ തുടക്കം എന്ന് പറയുന്നത് ശരിക്കും ഇപ്പോൾ 97 അനൗൺസ്മെൻറ്റ് വന്നെങ്കിലും നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമെന്നറിയില്ല. ഒരു വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 93, 94 ആ ഒരു കാലഘട്ടത്തിൽ വധു ഡോക്ടറാണ് എന്ന് പറയുന്ന ആ ഒരു സിനിമയുടെ ലാൽ ജോസ് അതിൻ്റെ അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു. അപ്പോൾ അതിൽ ശ്രീനിവാസനാണ് അതിൽ അഭിനയിക്കുന്നുണ്ട്. ശ്രീനിവാസൻ തന്നെയാണ് അതിൻ്റെ തിരക്കഥയും എഴുതുന്നതാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ എന്തായാലും ശ്രീനിവാസൻ ഒരു മെയിൻ റോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ശ്രീനിവാസനും ലാൽ ജോസൊക്കെ അത്യാവശ്യം നല്ല സൗഹൃദമുണ്ട്. അതിന് മുമ്പ് ആയുഷ്കാലൊക്കെ ഒരുമിച്ചിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. ചമ്പക്കുളം തച്ചൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അന്നത്തെ ആ വധു ഡോക്ടറാണ് സിനിമയുടെ പ്രൊഡ്യൂസേഴ്സ് ലാൽ ജോസിന് ഒരു ഓഫർ കൊടുത്തു, ഈ ഇൻഡിപെൻഡൻ്റ് ആവാൻ, നിങ്ങൾ സംവിധാനം ചെയ്തോളൂ, ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാം. അപ്പോൾ സത്യം പറഞ്ഞാൽ ലാൽ ജോസിന് അന്ന് ഇൻഡിപെൻഡൻ്റ് ആവാൻ വലിയ താല്പര്യമൊന്നുമില്ല. കാരണം ലാൽ ജോസ് പിന്നീട് പറഞ്ഞിട്ടുള്ളത് അന്നൊരു വർഷം 3-4 സിനിമകളിൽ അസോസിയേറ്റ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. കമലിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ മറ്റ് പുതിയ സംവിധായകർ സ്വതന്ത്രമാവുമ്പോൾ അവർക്ക് അസോസിയേറ്റ് ആയിട്ട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളെന്ന രീതിയിൽ ലാൽ ജോസിനാണ് എപ്പോഴും വിളിക്കാറുള്ളത്. ലാൽ ജോസ് ഒരു മുകേഷ് ഒരിക്കൽ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. ലാൽ ജോസ് എന്ന് പറഞ്ഞ ഒരു കാലത്തെ ഏറ്റവും വിലപ്പെട്ട വിലയേറിയ ഒരു അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു എന്നുള്ളതൊക്കെ. അപ്പോൾ അങ്ങനെ ലാൽ ജോസിന് താല്പര്യമില്ല. അപ്പോൾ ഇവരെ ഒഴിവാക്കാനോ എന്നുള്ള രീതിയിൽ ലാൽ ജോസ് പറഞ്ഞു, ഞാൻ സംവിധാനം ചെയ്യാം, ശ്രീനിവാസിൻ്റെ ലോഹിദാസിൻ്റെ സ്ക്രിപ്റ്റ് കട്ടിങ് ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ ആ പ്രൊഡ്യൂസേഴ്സ് ശ്രീനിവാസനോട് അപ്രോച്ച് ചെയ്തപ്പോൾ ശ്രീനിവാസൻ പറഞ്ഞു, ഞാൻ സ്ക്രിപ്റ്റ് കൊടുക്കാം എന്ന് പറഞ്ഞ്. അപ്പോൾ ആ ശ്രീനിവാസന് ഒരു വാക്ക് കൊടുത്തപ്പോഴാണ് ലാൽ ജോസിന് സംവിധാനം ചെയ്യാനുള്ളൊരു ചെയ്തല്ലേ പറ്റുള്ളൂ. കാരണം ശ്രീനിവാസൻ സ്ക്രിപ്റ്റ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിന് മുമ്പ് ശരിക്കും വിഷ്ണു ലോകം എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്യുമ്പോൾ അന്ന് ലാൽ ജോസ് സഹസംവിധായകനായി തുടങ്ങി 4 സിനിമയോ 5-6 സിനിമയായിട്ടെന്ന് തോന്നുന്നു. 89 പ്രാദേശിക വാർത്തകളാണ് വരുന്നത്. അത് കഴിഞ്ഞ് ശുഭയാത്ര, പാവം രാജകുമാരൻ, വിഷ്ണു ലോകം, വിഷ്ണു ലോകം. അതിന് മുമ്പ് കുറച്ച് സിനിമകൾ 5-6 സിനിമകൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതിന് വിഷ്ണു ലോകം ചെയ്യുമ്പോൾ അതിൽ വില്ലനായിട്ട് അഭിനയിക്കുന്ന മുരളിയാണ് ലാൽ ജോസിൻ്റെ അടുത്ത് പറയുന്നത്, നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആവേണ്ട സമയം, നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിക്കോ, എന്നെ വെച്ച് അന്ന് മുരളി ശരിക്കും നായകനായിട്ടൊന്നും സിനിമകൾ തുടങ്ങിയിട്ടില്ല. പിന്നീട് 92 ആധാരം എന്ന് പറയുന്ന ഒരു സിനിമയുടെ സക്സസോടുകൂടിയാണ് മുരളിക്ക് നായകവേഷങ്ങൾ കൂടുതലും ഹിറ്റായി തുടങ്ങിയത്. അന്ന് മുരളി ലാൽ ജോസിനോട് പറഞ്ഞു, എന്നെ വെച്ച് ഒരു കഥയൊക്കെ ആലോചിക്കുക, എന്നെ വെച്ച് സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ പ്രൊഡ്യൂസേഴ്സ് വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ലാൽ ജോസ് പറഞ്ഞിട്ടുള്ളത്, ഞാനപ്പോൾ ഇത്രയ്ക്കൊക്കെ ആയോ എന്നൊരു ധൈര്യം വന്നത്. അപ്പോൾ പറഞ്ഞു വന്ന് അന്ന് ഈ പറഞ്ഞ പോലെ ലാൽ ജോസിന് ഒരു പേരുള്ളതുകൊണ്ട് എല്ലാവരും ലാൽ ജോസിനെ വെച്ച് സിനിമകൾ ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ഒരു സമയമാണ്. പക്ഷേ ലാൽ ജോസിന് എവിടെ ഒരു താല്പര്യക്കുറവൊക്കെ ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ സേഫ് ആയിട്ടുള്ള ഇതൊന്ന് മാറിപ്പോയി സിനിമ ചെയ്ത് അവസാനം ഫ്ലോപ്പായാലും പിന്നെ അസോസിയേറ്റ് ആയിട്ട് ആരും വിളിക്കില്ല. അതൊക്കെയാണ് പൊതുവെ മലയാള സിനിമയുടെ ഒരു കുഴപ്പങ്ങൾ. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ശ്രീനിവാസൻ ഡേറ്റ് കൊടുക്കാന്ന് പറഞ്ഞ് പ്രൊഡ്യൂസറായി. ആ സമയത്ത് ഇവർ ജയറാമിനെ വെച്ചിട്ട് കഥ ആലോചിച്ചു. ജയറാമിനെ വെച്ചിട്ടാണ് ഒരു കഥ. അതായത് ശരിക്കും ഇതിൻ്റെ ഒരു ത്രെഡ് വന്നിട്ടുള്ളത് ഇവർക്കൊരു പത്ര കട്ടിങ് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അതായത് ഒരു ചേട്ടൻ ചേട്ടൻ്റെ ഭാര്യയുടെ കൂടെ അനിയനെ വിളിച്ചു കൊടുക്കും, അനിയൻ്റെ ഭാര്യയുടെ കൂടെ ചേട്ടനെ വിളിച്ചു കൊടുക്കും. അങ്ങനെ എന്തോ ഒരു പത്ര കട്ടിങ് എന്നൊരു ന്യൂസ് കിട്ടിയിട്ട് അതിനെ ബേസ് ചെയ്തിട്ടാണ് അവർ കഥയൊക്കെ ഡെവലപ്പ് ആക്കിയത്. അപ്പോൾ അന്ന് ശരിക്കും ആലോചിച്ചിരുന്ന ഒരു ജയറാമാണ് അനിയൻ. അതായത് നാട്ടിൽ അത്യാവശ്യം രാഷ്ട്രീയവും ഗുണ്ടായുസും ഒക്കെ ആയിട്ട് നടക്കുന്ന ഒരു അനിയൻ ചേട്ടൻ്റെയും ഫാമിലിയുടെ അടുത്തേക്ക് വരുന്നു. അതായത് മിലിറ്ററിയിൽ നിന്ന് റിട്ടയർ ചെയ്ത ഒരു ചേട്ടനും ഭാര്യയൊക്കെ താമസിക്കുന്ന അങ്ങോട്ടേക്ക് വരുന്നു. അങ്ങനെ അപ്പോൾ ജയറാമും ചേട്ടനായിട്ട് മുരളിയുടെ വൈഫായിട്ട് ചേട്ടത്തിയായിട്ട് ശ്രീലക്ഷ്മി ഭൂതക്കണ്ണാടിയിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ഇപ്പോൾ സിനിമകളിലൊക്കെ അഭിനയിക്കുന്ന നമുക്കറിയാം, സീരിയലിലൊക്കെ ഹീറോ അമ്മ വേഷമൊക്കെ ചെയ്യുന്നതാണ്. അവരാണ് ഉദ്ദേശിച്ചിരുന്നത്. പിന്നീട് അങ്ങനെ ഒരു പ്ലാനിങ്ങിൽ നിന്ന സമയത്താണ് ജയറാമിൻ്റെ അടുത്ത് ലാൽ ജോസ് കഥ പറയാൻ വേണ്ടി പോകുന്നതും ജയറാമിൻ്റെ എന്തോ ആ ഒരു കഥയൊന്നും തൃപ്തിയാവാത്തതും. അതോ ജയറാം പറഞ്ഞു, കഥ ശ്രീനിവാസൻ കഥ പറയട്ടെ, ശ്രീനിവാസൻ വന്നിട്ട് നമുക്ക് കഥ കേൾക്കാം, ഞാൻ ലാൽ ജോസിനോട് പറയണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ലാൽ ജോസിന് അവിടെ തമ്മിലൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. ലാൽ ജോസ് പറഞ്ഞു, അത് ഞാൻ കഥ പറഞ്ഞാൽ മനസ്സിലായില്ലെങ്കിൽ അല്ലെങ്കിൽ ഞാൻ കഥ പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നീട് എങ്ങനെ
ഞാൻ സംവിധാന സിനിമയിൽ ജയറാം അഭിനയിക്കും എന്നുള്ളൊരു എവിടെയോ ഒരു പ്രശ്നങ്ങളൊക്കെ വന്നിട്ടാണ് ലാൽ ജോസ് എന്നാൽ ജയറാം വേണ്ട, ജയറാം ഇല്ലാതെ ജയറാമിനെ ഞാൻ ഈ സിനിമയിൽ അഭിനയിപ്പിക്കുന്നു, ജയറാമിനോട് ഞാൻ വർക്ക് ചെയ്യുന്നില്ല എന്ന് തീരുമാനം ലാൽ ജോസ് എടുത്തു. അപ്പോൾ അന്ന് ലാൽ ജോസിൻ്റെ സുഹൃത്തും പിന്നീട് മീശ മാധവൻ ഉൾപ്പെടെയുള്ള സിനിമകളുടെ പ്രൊഡ്യൂസറൊക്കെ ആയിരുന്ന സുധീഷ് പിള്ളൈ, അദ്ദേഹമാണ് ലാൽ ജോസിനോട് പറയണത്. അതിനു മുമ്പ് തന്നെ മമ്മൂക്ക അഴകി രാവണനിലെ സമയത്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് ലാൽ ജോസിനോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ കഥയിൽ എൻ്റെ മുഖച്ഛായ നായകനുണ്ടെങ്കിൽ ഞാൻ അഭിനയിക്കാം, എന്നെ വെച്ച് കഥയാലൊക്കെ ആ ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ലാൽ ജോസ് പറഞ്ഞു വേണ്ട എന്ന് പറഞ്ഞപ്പോൾ, അതായത് മമ്മൂക്കയുടെ ഡേറ്റ് കിട്ടിയിട്ട് വേണ്ട എന്ന് പറഞ്ഞൊരു സംവിധായകനാണ് ലാൽ ജോസ്. ലാൽ ജോസ് പറഞ്ഞത്, എനിക്ക് എൻ്റെ ഫസ്റ്റ് പടമാണ്, അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല, എനിക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ അറിയാം എന്നും അറിയില്ല എന്നും എനിക്ക് ഉറപ്പില്ല. അപ്പോൾ മമ്മൂക്കേനെ പോലത്തെ ഒരാളുടെ ഡേറ്റ് കിട്ടിയിട്ട് അത് കുളവാക്കാൻ എനിക്ക് താല്പര്യമില്ല, ഞാൻ പ്രൂവ് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞപ്പോഴാണ് മമ്മൂക്ക പറഞ്ഞത് അത് വേണ്ട, നിൻ്റെ ഫസ്റ്റ് പടത്തിനാണ് എൻ്റെ ഡേറ്റ് തരും, അതിൽ നിൻ്റെ എല്ലാ എനർജി നീ അതിലാണ് ഇടാൻ പോകുന്നത് എനിക്കറിയാം എന്ന് പറഞ്ഞപ്പോഴാണ്. പക്ഷേ ഇവർ ഓൾറെഡി ജയറാമിനെയൊക്കെ വെച്ച് കമ്മിറ്റ് ചെയ്തിട്ടുള്ളതുകൊണ്ട് മമ്മൂട്ടീനെ ആ ഒരു സിനിമയിലേക്ക് ആലോചിച്ചില്ല. പിന്നീടാണ് മമ്മൂട്ടി വരുന്നതും. അപ്പം ഈ പറഞ്ഞ പോലെ സുഹൃത്ത് സുധീഷ്, പ്രൊഡ്യൂസർ സുധീഷ് പറയുന്നത്, നമുക്ക് നേരെ അതൊരു ചേട്ടൻ മാറ്റിയിട്ട് അനിയനാക്കി, അനിയൻ്റെ ക്യാരക്ടർ മാറ്റി ചേട്ടനാക്കി, അങ്ങനെ മമ്മൂക്കനെ വെച്ച് ആലോചിച്ചുകൂടെ എന്ന് പറഞ്ഞിട്ട് പിന്നീടാണത് മമ്മൂക്ക വരുന്നതും പറയുന്ന ബിജുമേനൻ്റെ ക്യാരക്ടർ വരുന്നത്. അപ്പോൾ ബിജുമേന വന്നു കഴിഞ്ഞപ്പോൾ ശ്രീലക്ഷ്മി മാറി, മോഹിനി വന്നു, അങ്ങനെ കുറേ മാറ്റങ്ങളൊക്കെ വന്നു. ഇതുപോലെ ഇവരാദ്യം മേഘനാഥൻ്റെ ഒരു ക്യാരക്ടർ, ഇതിൽ ഇവർ ശ്രീലക്ഷ്മി, അതിൽ ചേട്ടത്തിയുടെ സഹോദരനായിട്ട് മേഘനാഥനെ ആലോചിച്ചിരുന്നു. പിന്നീട് അത് മോഹിനിയായപ്പോൾ മോഹിനിയുടെ ചേട്ടൻ എന്ന് പറയുമ്പോൾ മേഘനാഥൻ അത്ര ആപ്റ്റല്ലാത്തതുകൊണ്ട് അത് സാദിഖിനെ കൊണ്ടുവന്ന് മേഘനാഥനെ വേറൊരു നെഗറ്റീവ് ക്യാരക്ടറിലോട്ട് കൊണ്ടുവച്ചതൊക്കെയാണ്. അങ്ങനെ കുറേ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. എന്തായാലും ആ ഒരു സിനിമ അന്ന് പ്ലാൻ ചെയ്ത പ്രൊഡ്യൂസേഴ്സ് അല്ല, ഞാൻ ആ പ്രൊഡ്യൂസേഴ്സിൻ്റെ പേര് മറന്നുപോയി, അവരല്ല, പിന്നീട് അത് സിയാദ് കോക്കറാണ് ഏറ്റെടുത്തത്, കോക്കസ് ഫിലിംസാണ് ആ ഒരു സിനിമ ചെയ്തത്. എന്തായാലും അന്ന് ഈ പറഞ്ഞ പോലെ ആദ്യം നായികയായിട്ട് മഞ്ജു വാര്യരായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. പക്ഷെ അന്ന് ഈ പറഞ്ഞ പോലെ മഞ്ജു വാര്യരും ദിലീപിൻ്റെ ഒക്കെ അവരൊക്കെ പ്രണയിക്കുന്ന ഒരു സമയവും അവരുടെ വീട്ടിൽ, മഞ്ജു വാര്യരുടെ വീട്ടിൽ ഈ ദിലീപുമായിട്ടുള്ള ബന്ധം അക്സെപ്റ്റ് ചെയ്യാത്തൊരു കാലഘട്ടമൊക്കെ ആയിരുന്നു. അങ്ങനെ അപ്പോൾ ലാൽ ജോസ് ദിലീപിൻ്റെ സുഹൃത്തായതുകൊണ്ട് ലാൽ ജോസിൻ്റെ സിനിമയിൽ അഭിനയിക്കേണ്ട അങ്ങനെ എന്തോ ഒരു ഇതൊക്കെ കേട്ടിട്ടുണ്ട്. എന്തായാലും അതിൽ പിന്നീട് വന്ന ഓപ്ഷനാണ് ദിവ്യ ഉണ്ണി. അപ്പോൾ ദിവ്യ ഉണ്ണീനെ എന്നതിൽ അഭിനയിപ്പിക്കാൻ മമ്മൂക്കും താല്പര്യം കുറവുണ്ടായിരുന്നു. കാരണം ഒന്ന് ഏജ് ഡിഫറൻസ്, പിന്നെ മമ്മൂക്കയുടെ മകളുടെ കൂടെ പഠിച്ചതൊക്കെയാണ് ദിവ്യ ഉണ്ണി. അപ്പോൾ അത്ര ഏജ് ഡിഫറൻസ് ഉള്ളതുകൊണ്ട് മമ്മൂക്കും ഒരു താല്പര്യമില്ലായ്മ ഉണ്ടായിരുന്നു. പക്ഷേ ലാൽ ജോസാണ് പറഞ്ഞത് മമ്മൂക്കയുടെ അടുത്ത്, അത് ഈ ഒരു ക്യാരക്ടർ അങ്ങനെയല്ല, ഇവർ തമ്മിൽ അങ്ങനെ ഒരു ലവ് ട്രാക്ക് ഒന്നും ഇല്ലല്ലോ, എന്തായാലും ഒരു ഏജ് ഡിഫറൻസ് ഉള്ള ഒരു ക്യാരക്ടേഴ്സ് തന്നെയാണ്, അപ്പോൾ അത് ദിവ്യ ഉണ്ണി ആപ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് ദിവ്യ ഉണ്ണിനെ അഭിനയിപ്പിച്ചത്. പിന്നെ നമുക്കറിയാം ആ സിനിമ വിദ്യാസാഗറിൻ്റെ മ്യൂസിക്, അങ്ങനെ ഒരുപാട് എന്താ പറയുക, ഒരുപാട് പ്രത്യേകതകളുള്ള സിനിമയാണ്. ഇതിപ്പോൾ അനൗൺസ്മെൻറ്റ് വന്നിരിക്കുന്നത് 97 മാർച്ചിലാണ്. ഒരു വർഷം കഴിഞ്ഞ് 98 ഏപ്രിൽ വിഷു സീസൺ ആ സിനിമ ഇറങ്ങി. അതിൻ്റെ ഒപ്പം വന്ന് ഒരുപാട് ഹൈപ്പിലുള്ള സിനിമകൾ, കന്മതം ഉൾപ്പെടെയുള്ള ഒരുപാട് സിനിമകളൊക്കെ ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ ലാൽ ജോസിൻ്റെ ഗുരുവായ കമലിൻ്റെ കൈക്കൊടുന്ന നിലാവ് എന്ന് പറഞ്ഞ സിനിമ ഉണ്ടായിരുന്നു. ഫാസിലിൻ്റെ അസോസിയേറ്റഡ് ചെയ്ത സുന്ദരക്കില്ലാടി എന്ന് പറയുന്ന ഒരു സിനിമ ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് മാറവത്തൂർ കനവ തന്നെയായിരുന്നു വിന്നർ എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ എന്തായാലും മാറവത്തൂർ കനവ കാണാത്ത മലയാളികൾ ഉണ്ടാവില്ല. എന്തായാലും ആ ഒരു സിനിമയെക്കുറിച്ചുള്ള നിങ്ങളന്ന് തിയേറ്റർ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അന്നത്തെ എക്സ്പീരിയൻസ് നമുക്ക് ഷെയർ ചെയ്യാം.